ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗുരുവായൂർ പോയ ഒരു കുട്ടി വീഡിയോ ആണ്. ഫുള്ള് വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. എന്നാൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് വീഡിയോസ് എൻ്റെ കയ്യിലുണ്ട്. അതൊന്ന് എഡിറ്റ് ചെയ്ത് ഇട്ടു. നമുക്കതൊന്ന് കണ്ടു നോക്കിയാലോ. കുറേ ആയിട്ടോ ഞങ്ങൾ ഗുരുവായൂർ പോകാൻ പ്ലാൻ ചെയ്തിട്ട്, പക്ഷെ എപ്പോഴും എന്തെങ്കിലും കാരണം വെച്ച് അത് മുടങ്ങിപ്പോവാറുണ്ട്. മോനെ പ്രസവിച്ചപ്പോൾ തൊട്ട് ഞങ്ങൾ പോകാൻ ആഗ്രഹിച്ചതാണ് ഗുരുവായൂർ. കാരണം എന്താ വെച്ചാൽ ഞാൻ പ്രസവിക്കുന്ന ടൈം ഫുൾ പെൺകുട്ടികളായിരുന്നു, ഇവൻ മാത്രമായിരുന്നു ആൺകുട്ടി. അപ്പം തന്നെ സിസ്റ്റർമാർ പറഞ്ഞു ഇന്നത്തെ പ്രസവം ഒരു ഉണ്ണിക്കണ്ണനാണല്ലോ എന്ന്. അപ്പം തന്നെ ഞാൻ വിചാരിച്ചതാണ് മോനെയും കൊണ്ടൊന്ന് ഗുരുവായൂർ പോകണമെന്ന്. അങ്ങനെ കുറേ നേരം എൻജോയ്മെൻ്റൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാവരും അങ്ങോട്ട് ഉറക്കിൻ്റെ മൂഡിലായി. ഈ ഓരോരാൾ ഉറങ്ങുന്ന സീൻ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ ഗൈസ്. നമ്മുടെ കുഞ്ഞാപ്പിക്ക് ഉറക്കമൊന്നുമില്ല കേട്ടോ. കുഞ്ഞാപ്പി നല്ല ഹാപ്പിയാണ്. അവനിതാ ഇങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഹാപ്പി ആയിട്ട് ഇരിപ്പുണ്ട്. ഗൈസ്, നമ്മൾ എല്ലാവരും യാത്ര ഇഷ്ടപ്പെടുന്നവരായിരിക്കും അല്ലേ. ഒരുപാട് പേർക്ക് ഇങ്ങനെ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഫാമിലിയുടെ ഒക്കെ എൻജോയ്മെൻറ്റ് ചെയ്ത് നന്നായിട്ട് യാത്ര ചെയ്യാൻ. പക്ഷെ നമ്മുടെ വൈബിനെത്തുന്ന ആൾക്കാർ തന്നെ വേണം നമ്മൾ ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ. എന്നാലേ നമ്മുടെ ആ യാത്ര ഒരു പൂർണ്ണമാകും, നല്ലൊരു ഹാപ്പിനെസ്സിലെത്തും. നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഈ റോട്ടിലുള്ള യാത്ര. പിന്നെ ഞങ്ങളിങ്ങനെ അമ്മായി നല്ല ഉറക്കത്തിലാണ്. പക്ഷെ അമ്മായിയോട് അമ്മായി നിങ്ങൾ ഉറങ്ങി എന്ന് പറഞ്ഞാൽ പറയും ഇല്ല ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല എന്ന് പറയും. അതിനാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തത്. യാത്ര ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ആഗ്രഹിക്കുന്നത് സൈഡ് സീറ്റ് ഇരിക്കണം എന്നായിരിക്കും അല്ലേ. അങ്ങനെ തന്നെ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു കേട്ടോ ചിലർ. ഞാനും കണ്ണനും അതിനുവേണ്ടി നല്ല രീതിക്ക് തല്ലാക്കിയിട്ടുണ്ട് സൈഡ് സീറ്റിന് വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങളൊരു തീരുമാനം എടുത്തു, പകുതി ഒരാൾ. എന്നാൽ സൈഡ് സീറ്റ് തീരെ വിട്ടുകൊടുക്കാത്ത ചിലരും ഈ കൂട്ടത്തിലുണ്ട്. അങ്ങനെ നീണ്ട നേരത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങളിതാ അവിടെ എത്തി. ഞങ്ങളൊരു ഹോം സ്റ്റേ ആണ് തിരഞ്ഞെടുത്തത് കേട്ടോ. ഹോം സ്റ്റേ ആകുമ്പോൾ കുറച്ചുകൂടി നല്ലതാണെന്ന് തോന്നി. ഇതിൻ്റെ മുകളിലായിട്ട് വരും നമ്മുടെ റൂം. അപ്പോൾ ഇത് അടുത്ത ദിവസം രാവിലത്തെ വീഡിയോ ആണ് കേട്ടോ. ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ ഒരുങ്ങുന്നതാണ്. അപ്പോൾ നമ്മളെ കണ്ണൻ ഇത് അമ്മായിനെ നന്നായിട്ട് മേക്കപ്പ് ഇട്ട് ഒരുക്കുന്നുണ്ട് കേട്ടോ. ഗൈസ്, അപ്പോൾ ഇതാരെന്ന് എല്ലാവർക്കും മനസ്സിലായോ? അതെ, നമ്മുടെ കുഞ്ഞാപ്പി. അവനൊരു ഉണ്ണിക്കണ്ണനാക്കിയിട്ടാണ് കേട്ടോ ഞങ്ങൾ അമ്പലത്തിലേക്ക് കൊണ്ടുപോയത്. എങ്ങനെയുണ്ട് കാണാൻ? നല്ല സുന്ദരനായിട്ടുണ്ടല്ലേ. ആൾ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. ഉണ്ണിക്കണ്ണനായിട്ട് ഓടി നടന്ന് എല്ലാവരും കൂടെ സെൽഫിയൊക്കെ എടുത്ത് അവിടെ കുറേ പേര് എൻ്റെ മോൻ്റെ കൂടെ സെൽഫി എടുത്തിട്ടുണ്ട്. എനിക്ക് വളരെ സന്തോഷമായി അവനങ്ങനെ ഹാപ്പി ആയിട്ട് അതിലെ ഓടിയിട്ടൊക്കെ ഓടി നടക്കുമ്പോൾ. സാധാരണ അവനെ ഒരുങ്ങാനൊന്നും തീരെ ഇഷ്ടമല്ല, പൗഡർ പോലും ഇടാൻ സമ്മതിക്കാത്ത കുട്ടിയായിരുന്നു. പക്ഷേ ഇങ്ങനെ റെഡിയാക്കുമ്പോൾ അവൻ നല്ല ഹാപ്പി ആയിട്ട് നിന്നിട്ടുണ്ട്. പിന്നെ അവിടെ കുറേ കല്യാണം ഉണ്ടായിരുന്നു ഗൈസ്. അന്ന് അവരുടെ കൂടെയൊക്കെ നിർത്തി അവരൊക്കെ ഫോട്ടോഗ്രാഫർമാരൊക്കെ അവൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. കണ്ട ഗൈസ്, നല്ല ഹാപ്പി ആയിട്ട് അവനുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് എടുത്ത കുറച്ച് ഫോട്ടോസ് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ കല്യാണത്തിൻ്റെ ഫോട്ടോയും ഇതിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ നേരെ പോയത് ആനക്കോട്ടയിലേക്കായിരുന്നു. കുഞ്ഞാപ്പിയൊന്നും ശരിക്കും ആനേനെ ഇതുവരെ കണ്ടിട്ടില്ല ഗൈസ്. അപ്പോൾ അവനൊക്കെ ഇവിടെ വന്നിട്ട് ആനേനെ കാണാൻ പറ്റി. കുറേ നേരം അവൻ ആസ്വദിച്ച് നോക്കി നിന്നു കേട്ടോ. എടുക്കാവോ?
ഗൈസ്, അപ്പോൾ ഇതാ ഈ ആനക്കുട്ടനെ കണ്ടായിരുന്നു, നന്നായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളത് കുറേ നേരം നോക്കി നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് നല്ല വിശപ്പ് തുടങ്ങിയിട്ടാണ്. പിന്നെ ഞങ്ങൾ നേരെ ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഒരു അമ്പലത്തിലൂടെ പോയിട്ടുണ്ട്. ആ അമ്പലത്തിൻ്റെ പേര് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, മമ്മിയൂർ അങ്ങനെ ഒരു അമ്പലമാണെന്ന് തോന്നുന്നു. അങ്ങനെ അവിടെയും പോയി തൊഴുതു. പിന്നെ ഞങ്ങൾ നേരെ വണ്ടിയിൽ കയറി ഗൈസ്. പിന്നെ കുറേ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വീണ്ടും കയറി. ഈ അമ്മായി എന്താ കാണിക്കുന്നതെന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്? അത് അമ്മായി വഴി പറഞ്ഞു കൊടുക്കുന്നതാണ് കേട്ടോ. എന്തായിരുന്നു ഒരു ഉറുമ്പിന് ആപ്പിളിലേക്കുള്ള വഴി, അങ്ങനെ എന്തോ ആയിരുന്നു. അങ്ങനെ ഫുഡ് ഓർഡർ ചെയ്ത് ഞങ്ങളെല്ലാവരും ഫുഡിന് വേണ്ടി വെയിറ്റിങ്ങിലാണ്. എല്ലാവർക്കും നല്ല വിശപ്പുണ്ട് കേട്ടോ. ഫുഡ് വന്നാലുടൻ കഴിക്കാനുള്ള ഇരിപ്പിലാണ് എല്ലാവരും. എന്നാലും ഓർഡർ ചെയ്ത് കുറേ ടൈം എടുത്തു നമുക്ക് ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ ഞങ്ങളെല്ലാവരും കൂടി ഫുഡ് കഴിക്കുകയാണ് ഗൈസ്. ഗൈസ്, അപ്പോൾ നമുക്ക് ഓരോ യാത്രയും ഓരോ അനുഭവങ്ങളായിരിക്കും. അത് നല്ലതുമാവാം ചീത്തയുമാവാം. അതുപോലെ തന്നെ ഈ യാത്രയിൽ എനിക്കും കുറച്ച് അനുഭവങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട് ഈ യാത്ര. അതിൽ നല്ലതുമുണ്ട് ചീത്തയുമുണ്ട്. ഒരുപാട് നല്ല കാഴ്ചകൾ കാണാൻ പറ്റി. പിന്നെ ഭഗവാനെ നന്നായി തൊഴാൻ പറ്റി. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ മോൻ്റെ വാശിയും ദേഷ്യവും എല്ലാം കുറഞ്ഞു കിട്ടി. പിന്നെ ചില മനുഷ്യരെ മനസ്സിലാക്കാൻ പറ്റി. ഈ യാത്ര വളരെ സന്തോഷത്തോടെ തുടങ്ങിയൊരു യാത്രയായിരുന്നു. എന്നാൽ അവസാനിക്കുമ്പോൾ ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു. അത് എന്തിനാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല ഗൈസ്. ഓക്കെ ഗൈസ്, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.